അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭർത്താവിൻ്റെ ഉമ്മ, ഈ ഭർത്താവിൻ്റെ ഉമ്മ, അമ്മായിമ്മയും മരുമകളും തമ്മിൽ ചില കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകൻ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭാര്യയുമായി എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ ഉമ്മ ചില വീടുകളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? പഴയ കാലത്തെ ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് കുറവാണെങ്കിലും, ആക്റ്റീവ് അഗ്രഷൻ ഇന്ന് കുറവാണെങ്കിലും, പക്ഷേ പാസീവ് അഗ്രഷൻ വളരെ നല്ല രീതിയിൽ, വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രസതന്ത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ മനഃശാസ്ത്രം എന്താണ്? ഇവിടെ വളരെ പ്രധാനമായും എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയപ്പെട്ട മകൻ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടെ ആ ഉമ്മക്ക് എ കൈൻഡ് ഓഫ് ലോസ്റ്റ് ഫീലിംഗ് സംഭവിക്കുന്നുവെന്നാണ് മനഃശാസ്ത്ര രംഗത്തുള്ള ആളുകൾ പറയുന്നത്. ആ ഉമ്മക്ക് തനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. എന്താണ് ആ ഉമ്മക്ക് നഷ്ടപ്പെടുന്നത്? അല്പം പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. ഈ ഉമ്മാൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ പ്രിയപ്പെട്ട മകനെ ഗർഭം ധരിക്കുകയും അങ്ങനെ 2, 3, 4, 5, 6, 9 മാസം കഴിഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ഗർഭം ധരിച്ച് വളരെ വേദനയോടുകൂടെ പ്രസവവും കഴിഞ്ഞ് ആ വേദനിച്ച് കിടക്കുന്നത് ആ പ്രസവ കിടക്കയിലേക്ക് പ്രിയപ്പെട്ട ആ മകൻ്റെ മുഖം കൊണ്ടുവരുമ്പോഴാണ് ആ ഉമ്മ ചിരിക്കുന്നത്. അങ്ങനെ അന്ന് മുതൽ ആ മകൻ്റെ ഓരോ ചലനങ്ങളും, കൈകൾ വളരുന്നതും കാലുകൾ വളരുന്നതും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വികസിക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ട് ആ മകൻ്റെ ചിരിയും കളിയും തമാശകളും സന്തോഷങ്ങളും വീഴലുകളും അവൻ്റെ കരച്ചിലുകളും അവന് ഭക്ഷണം കൊടുക്കുന്ന എല്ലാം ആനന്ദിച്ച് ആസ്വദിച്ച് ചെയ്ത് അവനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മ, അവൻ ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വീട്ടിൽ ഒന്ന് കരഞ്ഞിട്ടുണ്ടാകും ആ പ്രിയപ്പെട്ട ഉമ്മ സന്തോഷം കൊണ്ട്. അങ്ങനെ ഓരോ സമയത്തും 5ാം ക്ലാസ് കഴിയുമ്പോഴും 7ാം ക്ലാസ് കഴിയുമ്പോഴും ഹൈസ്കൂളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാ സമയത്തും ആ മകന് വേണ്ടി ഒരുപാട് ചിന്തിക്കുകയും ഒരുപാട് സമയം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മായുടേത് മാത്രമായിരുന്ന ആ മകൻ ഒരു സുപ്രഭാതത്തിൽ ആ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ വേണ്ടി ആ മകനെ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു പെണ്ണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഈ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന ഒരു ഫീലിംഗ് മനസ്സിൻ്റെ അടിത്തട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഫീലിങ്ങിലേക്ക്, ഒരുപക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക്, എൻ്റെ എല്ലാമായിരുന്ന 25 കൊല്ലക്കാലം എൻ്റെ എല്ലാമായിരുന്ന, ഞാൻ മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന, എല്ലാ കാര്യങ്ങൾക്കും എന്നോട് സമ്മതം ചോദിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൻ, ആ മകൻ്റെ സ്നേഹവും സമയവും എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടി കടന്നു വന്ന ആ പെൺകുട്ടിയോട് ഇൻഡയറക്റ്റായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? ചില വീടുകളിൽ ഒരേ ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ ആ ഉമ്മായുടെ ഫീലിംഗ് അല്പം കൂടെ കൂടുതലായിരിക്കും. ആ വീട്ടിലെ ഉപ്പ നേരത്തെ മരണപ്പെട്ടതാണെങ്കിൽ അല്പം കൂടെ കൂടുതലായിരിക്കും ആ ഉമ്മായുടെ വിഷമം. അപ്പോൾ ഇത് ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ ഉമ്മാക്കുള്ള സ്ഥാനം, ആ ഉമ്മാക്കുള്ള പരിഗണനയും ആദരവും വളരെ നല്ല രീതിയിൽ വകവെച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഇങ്ങനെയുള്ള ഒരു വിഷമത്തിൽ നിന്നാണ് ഉമ്മ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കി ആ ഉമ്മായോട് സ്നേഹത്തിൽ ഒരിക്കലും വെറുപ്പ് കാണിക്കാതെ, പ്രയാസങ്ങളൊന്നും കാണിക്കാതെ, നീരസങ്ങളൊന്നും കാണിക്കാതെ, ഇതിന് പകരം വീട്ടാനും പോകാതെ വളരെ നല്ല രീതിയിൽ ആ ഉമ്മായോടുള്ള മുഴുവൻ സ്നേഹത്തോടെയും, കാരണം ആ ഭർത്താവിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണം ആ ഉമ്മയാണ്. ആ ഉമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ഭർത്താവ് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ആ ഭർത്താവിന് പ്രിയപ്പെട്ട സ്വന്തം ഭർത്താവ്, ആ ഭർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയോട് ആ സ്നേഹം മുഴുവനും കാണിച്ചുകൊണ്ട് ഈ ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടെ ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ സാധിച്ചാൽ അവരൊരിക്കലും ബോധപൂർവം ചെയ്യുന്നതല്ല. അവരൊരിക്കലും ഈ മരുമകളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഡയറക്റ്റായി ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ഒരു വിഷമം മനസ്സിൻ്റെ അടിത്തട്ടിൽ വരുന്നത് കൊണ്ട് ആ വിഷമത്തിൽ നിന്നുണ്ടാകുന്ന ചില ഇൻഡയറക്റ്റ് പ്രോസസ്സാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടെ ആ ഒരു ഉമ്മയോട് പെരുമാറാൻ രണ്ടുപേർക്കും സാധിച്ചാൽ തീർച്ചയായിട്ടും ഇൻലോ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒരിക്കലും ആ വീട്ടിൽ ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, രണ്ടുപേരും സ്വന്തം ഉമ്മാനെ പോലെ തന്നെ ആ ഉമ്മായെ പരിഗണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ദാമ്പത്യ ജീവിതം സാധ്യമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാൻ. Till then, bye bye. Watch and subscribe Islamic Speech TV. Assalamu alaikum warahmatullahi.